ഈ കാര്യങ്ങളൊക്കെ സാധാരണ നമ്മുടെ ചില്ലറ വിപണിയിൽ ഇതിൻ്റെയൊക്കെ പ്രതിഫലനം എങ്ങനെയാണ് എന്നുകൂടി നോക്കാം. അനൽക്കയുണ്ട് കോഴിക്കോട് നിന്ന്. അനൽക്ക, പുതിയ വില അത് പാക്കറ്റുകളിലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? സാധനം വാങ്ങാൻ വരുന്നവർക്ക് ഈ വിലക്കുറവൊക്കെ ലഭിച്ചു തുടങ്ങിയോ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കട ഉടമകൾക്ക് എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ? എന്താണ് അവരൊക്കെ പറയുന്നത്? എങ്ങനെയാണ് ചില്ലറ വിപണികളിലെ കാഴ്ചകൾ? സേതുലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വലിയങ്ങാടിയിലാണ്. വലിയങ്ങാടിയിലെ മുരളി ബ്രാൻഡ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ അതായത് ഈ കോഴിക്കോട് ഓണം വന്നു കഴിഞ്ഞാൽ, ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ, വിഷു വന്നു കഴിഞ്ഞാലൊക്കെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് പുതിയങ്ങാടി. ഇവിടെ വലിയ രീതിയിലുള്ള കടകളുണ്ട്. അരി ഉൾപ്പെടെയുള്ള, അതായത് നമ്മൾ മനുഷ്യർ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ നിത്യോപയോഗ സാധനങ്ങളൊക്കെ തന്നെ കൂടുതൽ ആൾക്കാർ ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. അതേപോലെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ പുതിയ GST പരിഷ്കരണം നിലവിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അതായത് ജനങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ തന്നെ വില കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുള്ള തിരക്ക് നമുക്കിവിടെ വന്ന സമയത്ത് നമ്മൾ രണ്ടിലധികം കടകളിൽ നമ്മൾ പോയി. ആ ഘട്ടത്തിലൊന്നും വലിയ തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടില്ല. പക്ഷേ നമ്മൾ ആ സമയത്തൊക്കെ തന്നെ ഇവിടെയുള്ള കട ഉടമകളോടൊക്കെ തന്നെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ ഈ ജനങ്ങൾക്ക് നിശ്ചയമായിട്ടും ഇതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കണമെന്നുള്ളത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കട ഉടമകൾക്കും അത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ തന്നെയുണ്ട്. നേരത്തെ ഇവിടെ സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത്, അതായത് ഡയറി ഉൽപ്പന്നങ്ങൾ, പാക്കേജ് ഫുഡ്സ്, പാനീയങ്ങൾ എന്നീ പ്രധാനപ്പെട്ട സാധനങ്ങൾക്കാണ്, ഇപ്പോൾ ഈ നിത്യോപയോഗ സാധനങ്ങൾക്കാണ് വില കുറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കടയുടമകൾ ചെറിയ രീതിയിൽ ആശങ്ക പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം ഈ ഓണം ഇപ്പോൾ കടന്നു പോയിട്ടുള്ളൂ. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പുതിയ GST സ്ലാബ് വന്നു കഴിഞ്ഞതിന് ശേഷം അത് ഈ വില കുറച്ച് വിൽക്കേണ്ട ഒരു സാഹചര്യം. കാരണം അവർ വലിയ വില കൊടുത്ത് വാങ്ങുകയും, പക്ഷേ അത് ഈ മാർക്കറ്റിലേക്ക് എത്തുന്ന സമയത്ത് അത് വില കുറച്ച് വിൽക്കേണ്ട ഒരു സാഹചര്യം. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ മുരളി ബ്രാൻഡ് ഔട്ട്ലെറ്റിൻ്റെ കടയുടമ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ പുതിയ ഒരു GST സ്ലാബ് പരിഷ്കരണം നിലവിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടക്കാർക്ക് സ്വാഭാവികമായിട്ടും ആശങ്കകളുണ്ടാവും. അപ്പം എന്തൊക്കെയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ആശങ്കകൾ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷു ഓണമൊക്കെ തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സെയിൽ നടക്കുന്ന സമയം. വിഷു, ഓണം, ക്രിസ്മസ് ഒക്കെ. അപ്പോൾ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച പ്രൊഡക്ട്സ് ഉണ്ട്. ഓണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും സാധാരണ പർച്ചേസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ സാധനം നമ്മൾ ഗോഡൗണിൽ സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ഞങ്ങൾ വാങ്ങിയത് പഴയ GST റേറ്റിനാണ്. അപ്പോൾ ഈ പുതിയ GST റേറ്റ് പെട്ടെന്ന് കുറഞ്ഞപ്പോൾ നമ്മളത് ഏത് റേറ്റിന് വിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ GST റേറ്റ് പ്രകാരം നമ്മൾ വിൽക്കുകയാണെങ്കിൽ തന്നെ ആ നഷ്ടം എങ്ങനെയാണ് നികത്താന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇന്ന് മുതൽ പുതിയ GST സ്ലാബ് അനുസരിച്ചിട്ടുള്ള കച്ചവടമാണ് അവിടെ നടക്കുന്നത്. അതെ. അതിൻ്റെ സംവിധാനങ്ങളൊക്കെ കമ്പ്യൂട്ടറുകളടക്കം അതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഞങ്ങൾ ടാക്സിൽ റേറ്റ് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ മാർജിനെക്കാട്ടും വലുതാണ് ആ ടാക്സിൻ്റെ ഡിഫറൻസ്. അപ്പോൾ അത് എന്താണ്, ഇപ്പോൾ ടാക്സ് റിബേറ്റ് കിട്ടുമോ, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. ജനങ്ങളൊരു പ്രതികരണം എന്താണ്? അത് പുതിയൊരു GST പരിഷ്കരണം വില കുറയുന്നു. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം എന്താ? ജനങ്ങൾ വളരെ ഹാപ്പിയാണ്. പ്രത്യേകിച്ച് വലിയൊരു വ്യത്യാസമാണ് വന്നിരിക്കുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക്. അപ്പം ആളുകൾ ഹാപ്പിയാണ്, കാരണം നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വലിയ വിലക്കുറവാണല്ലോ. പക്ഷേ വ്യാപാരികളെ സംബന്ധിച്ച് ആശങ്കകളും ഉണ്ട്. അതിപ്പോൾ അവർ പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ